ഇറാഖിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഫ്രഞ്ച് സൈനികൻ കൊല്ലപ്പെട്ടു. ചീഫ് വാറന്റ് ഓഫീസർ ആന്റോ ഫ്രിയോൺ ആണ് കൊല്ലപ്പെട്ടത്. എബിലിലെ ഫ്രഞ്ച് സൈനിക താവളത്തിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിലാണ് സൈനികരുടെ ജീവൻ നഷ്ടമായത്. ഇറാൻ യുദ്ധത്തിന്റെ പേരിൽ ഇത്തരം അക്രമ സംഭവങ്ങളെ ന്യായീകരിക്കാനാവില്ല എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ഐസൺ ജോസ് വിവരങ്ങൾ നൽകും. ഐസൺ, ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ? ഫ്രാൻസിന്റെ പ്രതികരണം എന്താണ്? ഫ്രാൻസിൻ്റെ ഒരു സൈനിക താവളത്തിൽ, അതായത് ഫ്രാൻസിൻ്റെ ഇറാഖിലെ സൈനിക താവളത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഒരു ഫ്രഞ്ച് സൈനികൻ മരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഏറ്റവും നിർണായകമായൊരു ഇടപെടൽ ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, ഫ്രഞ്ച് പ്രസിഡന്റ് ഔദ്യോഗികമായി ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും മരിച്ചയാൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. മരിച്ച സൈനികന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു എങ്കിൽ കൂടി അതിന് പിന്നാലെ പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും നിർണായകം. ഇറാൻ യുദ്ധത്തിൻ്റെ പേരിൽ ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന കൃത്യമായൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അതീവ ഗൗരവമുള്ള ഒരു മറുപടിയാണ് ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇർബിലിലെ വിമാനത്താവളത്തിലാണ് ഈ സംഭവം ഉണ്ടായത്, അല്ലെങ്കിൽ ആ സൈനിക കേന്ദ്രത്തിലാണ് ഈ സംഭവം ഉണ്ടായത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായൊരു ഇടപെടലാണ് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതിൻ്റെ സൂചനകളാണ് ഈ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, UN സെക്യൂരിറ്റി കൗൺസിൽ ഇന്നലെ തന്നെ ഈ ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്ന് ഈ യുദ്ധത്തിനെതിരായൊരു നിലപാടാണ് നേരത്തെ ഉണ്ടായതെങ്കിൽ പിന്നീട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് തങ്ങളുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കുമെന്ന കൃത്യമായ നിലപാട് അറിയിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ സൈനിക സംവിധാനങ്ങളൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ, ആസ്ഥാനങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണം ഇറാൻ യുദ്ധത്തിൻ്റെ പേരിലാണെങ്കിലും അത് ന്യായീകരിക്കാനാവുന്നതല്ല എന്ന വാക്കിൽ തന്നെ നിരവധിയായ ഒരു രാഷ്ട്രീയവും വലിയൊരു സന്ദേശവുമുണ്ട് എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടേണ്ടത്. സ്വാഭാവികമായും ആ കാര്യം ഏത് രീതിയിലാണ് ഇനി ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്ന് കൈകാര്യം ചെയ്യപ്പെടുക എന്നത് വൈകാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനൊരു സൈനികൻ മരിച്ചു, അത് തങ്ങളുടെ സൈനികൻ മരിച്ച സൈനികനെ ആദരാഞ്ജലി അർപ്പിക്കുന്നു എന്ന പോസ്റ്റും ഒപ്പം തന്നെ ഇറാന് ഒരു മുന്നറിയിപ്പുമായാണ് പ്രസിഡന്റിന്റെ നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. ഓക്കെ ഐസൺ, ഇറാഖിലാണ് ഫ്രഞ്ച് സൈനികൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഡ്രോൺ ആക്രമണം ഫ്രഞ്ച് സൈനിക താവളത്തിന് നേരെ ഉണ്ടാവുകയായിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ ഈ സംഭവത്തെ അപലപിച്ചും ശക്തമായി വിമർശിച്ചും രംഗത്തെത്തിയിരിക്കുകയാണ്.